ആരോടെ പറഞ്ഞു നമ്മള് പഞ്ചായത്തേര് വന്ന് തരാന്നൊക്കെ പറഞ്ഞു. ആരും അന്ന് അന്വേഷിച്ചൊന്നും വരാറൊന്നും ഇല്ല. അവരന്ന് ഇവിടെ കൊണ്ടുപോയി അപേക്ഷയൊക്കെ കൊടുത്തു. അപ്പൊ തരാന്ന് പറഞ്ഞു. പിന്നെ അവര് കുറ്റിന്റെ കൂടെ ഒന്നും കാണാനില്ല. ഒക്കെ ശരിയാക്കി തരാട്ടാ, പേടിക്കണ്ട. അടുത്ത മാസം ഇതിപ്പോ റോഡ് പണി പറഞ്ഞപ്പോ ഈ മാസം ശരിയാക്കായിരുന്നു. ഈ മാസം കഴിയാറായി. ഇതുവരെ റോഡ് പണി ഒന്നും ശരിയാക്കിയിട്ടില്ല. മഴക്കാലത്തൊക്കെ മഴക്കാലത്തൊക്കെ തന്നെ ഓട്ടോറിക്ഷയൊന്നും പറ്റില്ല. അവിടെ ഇറങ്ങണം, അവിടെ ഇറങ്ങി ഇങ്ങോട്ട് വരണം. എന്തുകൊണ്ടായാലും പാലത്തുമ്പോൾ ഞങ്ങൾ കടത്തണം. ഇതൊന്നും ഒരു പാർട്ടിക്കാരാ അല്ലെങ്കിൽ ഒരു ആരാ പറയണ ഒരു ഗവൺമെന്റ് ആരും കണ്ടില്ല. പേടിയാവില്ലേ? അപ്പൊ പേടിയാവുന്ന കടക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ വല്ലവരും പാലത്തുമ്പോൾ നമ്മളെ കടത്തില്ല. വേറെ ആരും ഇല്ല. എന്തോരം ഞങ്ങൾ കാര് പിടിക്കാൻ പോയി പഞ്ചായത്തിലേക്ക്. ആരാ പറയണ സമരല്ല, വെള്ളം വരെ കുടിക്കാൻ ഞങ്ങൾ ചെന്നിരുന്നുണ്ട് അവിടെ കാലത്തൊട്ട് വൈകുന്നേരം വരെ. ഇവർക്ക് ഒരു പരിഗണന ഒന്നും ഇല്ലവരെ പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഇപ്പൊ ഞങ്ങൾ നിർത്തി. ഇപ്പൊ എന്താ ചെയ്യുന്ന? ആര് പറഞ്ഞാലും ഒക്കെ അങ്ങനെ പറയുന്നവരെന്നെയുള്ളൂ. ഭർത്താവ് മരിച്ചു. പിന്നെ ഒരു മോളിലത് വയറ് ഓപ്പറേഷൻ കഴിഞ്ഞ് പണിക്കൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചു പോരുന്നു. എങ്ങനെയാണ് ദിവസം ജീവിക്കാനുള്ള? ആരും ജോലിക്കൊന്നും പോകുന്നില്ല. ആരും പോകുന്നില്ല. ഇപ്പൊ 10-60 വർഷമായി ഞാൻ ഇവിടെ താമസം തുടങ്ങി. ഇതിന്റെ ഈ മുന്നില് കനാലല്ലേ, കനാലിന്റെ അപ്പുറം ഇങ്ങനെ കിടക്കുക അപ്പുറത്തെ ഭാഗത്ത്. അത് ഞങ്ങൾ അതില് വലിയൊരു പാലല്ലേ, ആ പാലത്തുമ്പോ കിടക്കും. അത്രയും ദൂരം അത്രയും പോകും. വടി കുത്തി പിടിച്ചിട്ട് പോകും. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആ വഴിക്ക് പോകും. വടി കുത്തി പിടിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് 84 എന്തെങ്കിലുമൊക്കെ രോഗമൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോ എന്താ ചെയ്യാറ്? എങ്ങനെയൊക്കെ പോകും. ഒരു മോളിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു, മോളുടെ കുട്ടി. അപ്പൊ എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ വിളിക്കും. അപ്പൊ അവര് വന്ന് കൊണ്ടുപോകും. മരുന്ന് മേടിക്കാൻ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഴ്ചയിലാണ് എനിക്ക്. ഞാനിപ്പോ വീണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീടിന്റെ കാര്യം ഇങ്ങനെ പ്രശ്നമാണെന്നൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടൊന്നും ഇല്ല. ആരോടെ പറഞ്ഞു നമ്മള് പഞ്ചായത്തേര് വന്ന് തരാന്നൊക്കെ പറഞ്ഞു. ആരും അന്ന് അന്വേഷിച്ചൊന്നും വരാറൊന്നും ഇല്ല. അവരന്ന് ഇവിടെ കൊണ്ടുപോയി അപേക്ഷയൊക്കെ കൊടുത്തു. അപ്പൊ തരാന്ന് പറഞ്ഞു. പിന്നെ അവര് കുറ്റിന്റെ കൂടെ ഒന്നും കാണാനില്ല.